വമഹയായ എന്റെ ജീവിതവും വമമാതി എന്റെ വിയോഗവും ലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മത്തുൽ ലിൽ ആലമീനായി എന്നെ അയച്ച റബ്ബുൽ ആലമീന് വേണ്ടിയാണ്. ആ പ്രയോഗത്തിന്റെ സാമീപ്യം എത്ര മധുരമുള്ളതാണ്. ഉടനെ അവിടുന്ന് ഖുർആൻ പറയുന്നു, ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. ഞാൻ ഒന്നാമത്തെ മുസ്ലിമാണ്. ആദം നബി അലൈഹിസ്സലാമിന് മുമ്പുള്ള മുസ്ലിം, ഇദ്രീസ് നബിക്കുള്ള മുസ്ലിം, മുമ്പുള്ള മുസ്ലിം, എല്ലാ അമ്പിയാക്കളെക്കാളും മുമ്പുള്ള മുസ്ലിമാണ് ഞാൻ. അന അവ്വലുൽ മുസ്ലിമീൻ. ആസ്മാൻ ഖാസമീൻ ഖാസമാൻ മഹ്മാൻ സാഹിബേ ഖാന ലഖബ് കിസ്കാ ഹേ തേരാ തേരാ. ആസ്മാൻ ഖാ ആകാശം അവിടുന്ന് സദ്യയാണ്. ജമീൻ ഖാ ഭൂമി അവിടുന്ന് വിശാലമായ സുപ്രയാണ്. ജമാൻ മഹ്മാൻ അവിടുന്ന് കാലാകാലവും ഇവിടെ അതിഥികളാണ്. ആകാശത്തു മാലാഖമാരെന്ന അതിഥികളുണ്ട്. ഭൂമിയിൽ ഒരുപാട് അതിഥികൾ വേറെയുണ്ട്. അതിഥികൾ വന്നും പോയിക്കൊണ്ടും ഇരിക്കുകയാണ്. സാഹിബേ ഖാന ലഖബ് കാ. എന്നാൽ കാലഘട്ടങ്ങളുടെ മാറ്റം കൊണ്ട് അവിടുന്ന് വിഹായുസിൽ മാറി വരുന്ന അതിഥികൾക്കും അവിടുന്ന് ഭൂമിയിൽ മാറി വരുന്ന അതിഥികൾക്കും വിരുന്നൊരുക്കുന്ന വിരുന്നുകാരനാരാണ്? കിസ്കാ ഹേ ജമാൻ ഖാന കിസ്കാ ഹേ. അവിടുന്ന് കാലഘട്ടത്തിന്റെ മുഴുവനും ആതിഥ്യമരുളുന്ന നേതാവാരാണ്? അതാണ് തേരാ തേരാ യാ റസൂലല്ലാഹ്. അവിടുന്ന് മാത്രമാണ് മുഴുവൻ കാലഘട്ടങ്ങളുടെയും ആതിഥ്യമരുളുന്ന വീട്ടുകാരൻ. അന ഖാസിമുൻ ഞാനാണ് വിഹിതം വെച്ചു നൽകുന്ന ആൾ. വല്ലാഹു ഹുവൽ മുഅ്തി എല്ലാത്തിന്റെയും ദാനം അല്ലാഹുവിൽ നിന്നാണ്. എല്ലാവരുടെയും പ്രദാനം എന്നിൽ നിന്നാണ്. എല്ലാവർക്കും ദാനം നൽകുന്നവൻ അല്ലാഹുവാണ്. എല്ലാവർക്കും പ്രദാനം കൊടുക്കുന്നവൻ ഞാനാണ്. വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു ഉറഫൻ മിനൽ ബഹരി ഔ റശ്ഫൻ മിനദ്ദിയമി وواقفون لديه عند حدهم من نقطة العلم أو من شكلة الحكم. എല്ലാ കാലഘട്ടങ്ങളിലെയും പ്രവാചകന്മാരഖിലവും എല്ലാ കാലഘട്ടത്തിലെയും തിരുദൂതന്മാര് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന ഖസാനയുടെ ഉടമസ്ഥന്റെ മുമ്പിൽ വന്ന് ക്യൂ നിൽക്കുകയാണ്. അതുകൊണ്ട് അല്ലയോ നബിയെ, മുഴുവൻ കാലഘട്ടത്തിലും സാന്നിധ്യം അറിയിച്ച നേതാവാണ്. അപ്പൊ ലോകത്തിന്റെ മുഴുവനും കാരുണ്യമായ നബി ഒരർത്ഥത്തിൽ ലോകത്തിന്റെ മുഴുവനും ആദ്യത്തെ സൃഷ്ടിയാണ്. ഫിൽ ഖൽഖി അവ്വലുഹും വബഅസൻ ആഖിറൂ. സൃഷ്ടിപ്പിൽ ഒന്നാമത്തെ നബിയെ, നിയോഗത്തിൽ അവസാനത്തെ നബിയെ, സയ്യിദുൽ അബ്റാർ വഖായിദുൽ മുഹാജിരീന വൽ അൻസാർ ഹബീബു ഖുലൂബിനാ മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇതിവിടുത്തെ ഹൈന്ദവ ലോകം പോലും മനസ്സിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീനാണ് എന്നിവിടുത്തെ ഹൈന്ദവ പണ്ഡിതന്മാര് മനസ്സിലാക്കി. ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഡൽഹിയിലുണ്ടായിരുന്ന ദില്ലു റാം കൗസരി എന്ന ഒരു ഹൈന്ദവ പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം ഉറുദുവിൽ ഒരുപാട് കവിത എഴുതിയ ആളാണ്. അയാൾ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലമ തങ്ങളെ വിളിക്കുന്നു. കുച്ച് ഇശ്ഖേ മുഹമ്മദ് മേ നഹീ ശർത്തേ മുസൽമാൻ. അല്ലാഹുവിന്റെ ഹബീബിനെ പ്രണയിക്കുന്നതിന് മുസ്ലിമാകണമെന്ന നിബന്ധനയില്ല. അയാളുടെ അനുരാഗം കൊണ്ട് പറയുകയാണ്, ഇയാൾ ആഖിറത്തിൽ രക്ഷപ്പെടുമോ ഇല്ലേ അതൊന്നും പറയാൻ ഞാൻ അർഹനല്ല. പക്ഷേ അയാൾ നബിതങ്ങളെ കണ്ട ഒരു ദർശനമാണ്, അതിലേക്ക് മാത്രമാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. അയാൾ പറയുന്നു, കുച്ച് ഇശ്ഖേ മുഹമ്മദ് മേ നഹീ ശർത്തേ മുസൽമാൻ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിക്കണമെങ്കിൽ മുസ്ലിമാകണമെന്ന നിബന്ധനയില്ല. ഹേ കൗസരി ഹിന്ദു ഭി തലബഗാറേ മുഹമ്മദ്. അവിടുന്ന് പറയുകയാണ്, ഈ ദില്ലുറാം കൗസരി എന്ന് പറയുന്ന ഞാൻ ഹിന്ദുവാണ്, തലബഗാറേ മുഹമ്മദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുരാഗിയാണ്, അവിടുത്തെ പ്രേമിക്കുന്നയാളാണ്. അല്ലാഹേ ക്യാ റൗനഖേ ബസാറേ മുഹമ്മദ്. ഓ അല്ലാഹുവേ, ദൈവമേ, അയാൾ വിളിക്കുന്നു, ഏ റൗനഖേ ബസാറേ മുഹമ്മദ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പട്ടണത്തിന്റെ സൗന്ദര്യം എത്ര മനോഹരമാണ്, അവിടുത്തെ പ്രകാശം എത്ര വിശാലമാണ്. കേ മഅബൂദേ ജഹാൻ ഭീ ഹേ ഖരീദാറേ മുഹമ്മദ്. കാലഘട്ടത്തിന്റെ അധിപനായ അല്ലാഹു പോലും, അയാളുടെ ഭാഷയാണ്, അല്ലാഹു പോലും ഖരീദാറേ മുഹമ്മദ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പട്ടണത്തിലെ ഉപഭോക്താവാണ്. അല്ലെങ്കിൽ നബിതങ്ങളുടെ പ്രേമത്തെയും അവിടുത്തെ സമ്മതത്തെയും മാനിക്കുന്നയാളാണ് എന്നാകണം അയാൾ മനസ്സിലാക്കിയത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രീതി പരിഗണിച്ചിട്ടാണല്ലോ പരിശുദ്ധമായ കഅബാലയത്തെ അവിടുന്ന് ലക്ഷ്യസ്ഥാനമാക്കിയത്. ഖിബ്ലതൻ തർളാഹ, തങ്ങൾക്ക് പ്രീതിയുള്ള ലക്ഷ്യസ്ഥാനമാകുന്ന കഅബയെ ഖിബ്ലയാക്കിയിരിക്കുന്നു നബിയേ. എന്നിട്ട് അയാൾ പറയുന്ന അടുത്ത വരി കേട്ടോളൂ, റഹ്മത്തുല്ലിൽ ആലമീൻ കെ ഹശർ മേ മാനാ ഖുലേ. റഹ്മത്തുല്ലിൽ ആലമീൻ എന്ന ഖുർആനിന്റെ പ്രയോഗത്തിന്റെ അർത്ഥം തുറന്നു വെളിവാകുന്നത് പരലോകത്താണ്. ദില്ലുറാം കൗസരി എന്ന ഒരു ഹൈന്ദവന്റെ വചനമാണ്. അയാള് പറയുന്നു, ഖൽഖ് സാരി ശഫായെ റോസേ ജസാക്കെ സാത്ത് ഹേ. എല്ലാവർക്കും പ്രതിഫലം നൽകുന്ന ഖിയാമത്ത് നാളിലാണ് റഹ്മത്തുല്ലിൽ ആലമീൻ എന്നതിന്റെ ശരിയായ അർത്ഥം ബോധ്യപ്പെടുന്നത്. ലേക്കേ ദില്ലുറാം കോ ജന്നത്ത് മേം ജബ് ഹസ്രത്ത് ഗയേ മാലൂം ഹുവാ കേ ഹിന്ദു ഭി മഹബൂബേ ഖുദാ കേ സാത്ത് ഹേ. അയാൾ പറയുന്നു, ഞാൻ ഹിന്ദുവാണെങ്കിലും ഞാൻ പ്രേമിക്കുന്ന എന്റെ നേതാവ് റഹ്മത്തുല്ലിൽ ആലമീനാണ്. അതുകൊണ്ട് നാളെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമ്പോ ഹിന്ദുവായ ഈ ദില്ലുറാമിനെ കൂടി കൊണ്ടുപോകാതെ പോകൂല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ദില്ലുറാം കൗസരി എന്ന ഡൽഹിയിൽ ജീവിച്ചിരുന്ന ബ്രിട്ടീഷുകാരുടെ കോളനിവൽക്കരണത്തിന്റെ നടുവിലിരുന്ന് അനുരാഗത്തിന്റെ വീണമീട്ടിയ ഹൈന്ദവ കവി ഉറുദുവിൽ എഴുതുകയാണ്. ഇതിന്നും നിങ്ങൾക്ക് നെറ്റിൽ ലഭ്യമാണ്. ഇന്ന് വൈകുന്നേരവും ഞാൻ നോക്കിയിട്ടാണ് വന്നത്. ദില്ലുറാം കൗസരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുന്നു. അപ്പ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കാലഘട്ടത്തിന്റെയും നേതാവാണ്. അതുകൊണ്ട് അന അവ്വലുൽ മുസ്ലിമീൻ. അപ്പോൾ നമ്മൾ നിസ്കാരത്തിൽ ഓതുന്ന ദുആഉൽ ഇഫ്തിതാഹ് വജ്ജഹത്തുവിനെ കുറിച്ച് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തുഹ്ഫയിൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, താറതൻ യഖൂലു ഹാദാ വതാറതൻ യഖൂലു മാ ഫിൽ ആയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വജ്ജഹത്ത് ഓതുന്ന സമയത്ത്, നമ്മളൊക്കെ വജ്ജഹത്ത് ഓതുന്ന സമയത്ത് അന മിനൽ മുസ്ലിമീൻ എന്നാണ് ഓതുക.
അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വജ്ജഹത്ത് ഓതിയിരുന്നപ്പോൾ അവിടുന്ന് എങ്ങനെയായിരുന്നു?